വെൽക്കം ടു ഓൾ. നമുക്കിന്ന് ഒരു പുതിയ ചാപ്റ്ററാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത്. കമ്പനി അക്കൗണ്ട്സ് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മുടെ ടെക്സ്റ്റിൽ സെക്കൻഡ് ചാപ്റ്റർ ആണിത്. ഇതിനകത്ത് കമ്പനി അക്കൗണ്ട്സിനെ കുറിച്ചിട്ടും ഇഷ്യൂ ഓഫ് ഷെയർസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രൊസീജിയറിനെ കുറിച്ചിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ്, എന്താണ് ഒരു കമ്പനി? അപ്പോൾ നമുക്കറിയാം, കമ്പനി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു +2 മുതലേ പഠിച്ചിട്ടുള്ള ഒരു വാക്കാണ്. ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. ഈ കമ്പനി എന്നുള്ളത് ശരിക്കും ആക്ച്വലി 2 ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. കം ആൻഡ് പനി. കം എന്ന് പറഞ്ഞാൽ എന്താണ്? ടുഗദർ. പനി മീൻസ് ബ്രെഡ്. സോ ഇതിൻ്റെ ഒരു നമ്മളൊരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു ലിറ്റററി മീനിങ് ആയിട്ട് പറയുമ്പോൾ അസോസിയേഷൻ ഓഫ് സം പേഴ്സൺ ഹു ടേക്ക് ദയർ മീൽസ് ടുഗദർ എന്നാണ് പറയുന്നത്. സോ എന്താണ് ഒരു കമ്പനി എന്ന് ചോദിച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. ആക്ച്വലി നമുക്കറിയാം, കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കമ്പനിക്ക് പെർപെക്ച്വൽ സെക്ഷൻ ഉണ്ട്. അതായത് കമ്പനിയുടെ ഉള്ളിലെ ഓണേഴ്സിന് എന്തെങ്കിലും സംഭവിച്ചാലും കമ്പനി വിൽ എക്സിസ്റ്റ്, അല്ലെങ്കിൽ കമ്പനി വിൽ കണ്ടിന്യൂ, അല്ലെങ്കിൽ ഓണറിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിർത്തിവെക്കപ്പെടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല കമ്പനി എന്ന് പറയുന്നത്. സോ ലോ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലോ മുഖാന്തരം ക്രിയേറ്റ് ചെയ്ത ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത്? കമ്പനി എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വ്യക്തികൾക്കും എന്തുണ്ട്? സിഗ്നേച്ചർ ഉണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ട്സിനൊക്കെ കമ്പനിക്കൊരു കോമൺ സീൽ ഉണ്ട്. സോ കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ വിത്ത് പെർപെക്ച്വൽ സക്സഷൻ ആൻഡ് കോമൺ സീൽ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ആണ്. പിന്നെ ചില കേസിൽ നമ്മൾ പറയാറുണ്ട്, കമ്പനീസ് ആക്ടിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പനി എന്ന് പറയുന്നത്. സോ എന്താണെങ്കിലും കമ്പനി എന്ന് പറയുമ്പോൾ എന്താണെന്ന് കിട്ടിയില്ലേ? അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ആൻ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺ having perpetual succession and common seal. ദെൻ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഒരു കമ്പനി ആവുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെനി പേഴ്സൺ. നമുക്കറിയാം, ഒരു കമ്പനി എന്ന് പറയുമ്പോൾ എന്താണ്? ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ഷെയർ ഹോൾഡേഴ്സ് അതിൻ്റെ ഓണറായിട്ടുണ്ടാവും. സോ ഇവരുടെയൊക്കെ ആരും കമ്പൽ ചെയ്തിട്ടല്ല, അവരാൽ ാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ അവരുടെ ഒരു വോളണ്ടറി അസോസിയേഷൻ, ഒരുപാട് ആളുകളുടെ വോളണ്ടറി അസോസിയേഷൻ ആണ്. പിന്നെ ഇറ്റ് ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഓർ എക്സിസ്റ്റൻസ് അപ്പാർട്ട് ഫ്രം ഇറ്റ്സ് മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു, കമ്പനി എന്ന് പറയുന്നത് എന്താണ്? ലോ ക്രിയേറ്റ് ചെയ്തൊരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. സോ അതിൻ്റെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ഉണ്ട്. കമ്പനിയുടെ വസ്തുക്കൾ വിൽക്കണമെങ്കിൽ കമ്പനിയുടെ സീലാണ് വേണ്ടത്, അല്ലാതെ മെമ്പേഴ്സിൻ്റെ മാത്രമല്ല. സോ അതിനൊരു അതിൻ്റെ മെമ്പറിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. ഇനി നെക്സ്റ്റ്, ഇറ്റ് ഹാസ് പെർപെക്ച്വൽ സക്സഷൻ. പെർപെക്ച്വൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. അതായത് കമ്പനിയുടെ ഒരു മെമ്പറിൻ്റെ ഇൻസോൾവൻസി, അതായത് എന്താണ്, പാപ്പരാവൽ അല്ലെങ്കിൽ അയാളുടെ ഡെത്ത് അല്ലെങ്കിൽ അയാളുടെ റിട്ടയർമെൻ്റ് ഒന്നും എന്ത് ചെയ്യില്ല, കമ്പനിയുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കില്ല. പിന്നെ ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ദ ലൈബിലിറ്റി ഓഫ് ദ ഷെയർ ഹോൾഡർ ഈസ് ലിമിറ്റഡ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ദം. നമുക്കറിയാം, കമ്പനിയുടെ മെമ്പേഴ്സിൻ്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. എത്ര രൂപയുടെ ഷെയർ ആണോ അവർ മേടിച്ചിരിക്കുന്നത്, ആ ഷെയറിൻ്റെ വില വരെ എന്തുള്ളൂ, അവരുടെ ലൈബിലിറ്റി ഉള്ളൂ. അതായത് 100 രൂപയുടെ എന്താണ് ഒരു ഷെയർ ആണ് ഒരു മെമ്പർ മേടിച്ചതെങ്കിൽ അയാളുടെ മാക്സിമം ലൈബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ആ ഷെയറിൻ്റെ വാല്യൂ ആയ 100 റുപ്പീസ് പേ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അടുത്തതാണ്, ഇറ്റ് ഹാസ് എ കോമൺ സീൽ. നമുക്കറിയാം, കമ്പനിക്ക് കോമൺ സീൽ ഉണ്ട്. അത് കമ്പനിയുടെ സിഗ്നേച്ചർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കൺസിഡർ
ചെയ്യുന്നത്. പിന്നെ വരുന്നതാണ് ഇറ്റ് ഈസ് മാനേജ്ഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. നമുക്കറിയാം ഒരു കമ്പനി ആകുമ്പോൾ ഇറ്റ് ഹാസ് ന്യൂമറസ് നമ്പർ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഓണേഴ്സ്. അവർക്ക് എല്ലാവർക്കും കൂടി ആ കമ്പനി മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം ഷെയർ ഹോൾഡേഴ്സ് തന്നെ എലക്ട് ചെയ്ത ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? കമ്പനിയുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത്. പിന്നെ അടുത്തൊരു ഫീച്ചറാണ് ദ ഷെയർ ഓഫ് കമ്പനി ആർ ഫ്രീലി ട്രാൻസ്ഫറബിൾ. ഒരു കമ്പനിയുടെ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീലി ട്രാൻസ്ഫറബിൾ ആണ്. അതായത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യുക? അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഷെയറിൻ്റെ ബൈയിങ് ആൻഡ് സെല്ലിങ് ഒക്കോർ ചെയ്യുന്നത്. പിന്നെ അടുത്തതാണ്, ഇതൊന്ന് പഠിച്ചു വെക്കണം, വൺ വേർഡിന് ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്കിപ്പോൾ വൺ വേർഡ് ഇല്ലല്ലോ അല്ലേ. എ പ്രൈവറ്റ് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 1 lakh ആണ്. സോ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് എ പ്രൈവറ്റ് കമ്പനി അത് എത്രയാണ്? 1 lakh ആണ്. പക്ഷെ പബ്ലിക് കമ്പനിയുടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? 5 lakh ആണ്. സോ ഇത്രയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വെക്കാം. ഇനി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റൈൻ ബൈ ദ കമ്പനി. സോ നമുക്കറിയാം എവരി കമ്പനി ഹാസ് ടു കീപ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ കമ്പനി. കമ്പനീസ് ആക്ട് 2013 പ്രകാരം എല്ലാ കമ്പനികളും എന്ത് ചെയ്യണം? ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. സോ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ദ കമ്പനീസ് ആക്ടിലാണ് ഏതൊക്കെ ബുക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെ റിലേറ്റഡ് അക്കൗണ്ട്സുകളാണ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. അത് ഇതൊക്കെയാണ്: കമ്പനി റിസീവ് ചെയ്തത് അല്ലെങ്കിൽ എക്സ്പെൻഡ് ചെയ്തത്, അതായത് റിസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ സെയിൽസ് ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് അതിൻ്റെ ബുക്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഓൾ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദ കമ്പനി അത് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ദ ഐറ്റം ഓഫ് കോസ്റ്റ്, അതായത് സെക്ഷൻ 148 പ്രിസ്ക്രൈബ് ചെയ്ത എന്തെങ്കിലും ഐറ്റം ഓഫ് കോസ്റ്റ് അങ്ങനെ, അതായത് ഒരു പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് കമ്പനി ആണെങ്കിൽ അതിൽ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുണ്ടെങ്കിൽ ആ ഐറ്റത്തിൻ്റെ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്യുന്ന എന്തൊക്കെ ലീഗൽ പ്രൊവിഷൻസ് ആണ് ഉള്ളത് എന്നാണ്. അതായത് കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 128 ആണ് ലീഗൽ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൽ ഫസ്റ്റ് കാര്യം ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ആണ്. നോർമലി ഒരു കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും കീപ്പ് ചെയ്യേണ്ടത് കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ്. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്ത് ചെയ്യാം? വേറൊരു സ്ഥലത്ത് ബുക്സ് കെപ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാം. പക്ഷെ അങ്ങനെ ഡിസിഷൻ എടുത്താൽ എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിൻ്റെ 7 ദിവസത്തിനുള്ളിൽ അവരുടെ രജിസ്ട്രാർക്ക് നോട്ടീസ് കൊടുക്കണം. നമ്മൾ ഏത് സ്ഥലത്താണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണമെന്നതിൻ്റെ ഫുൾ അഡ്രസ്സ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് കമ്പനിയുടെ രജിസ്ട്രാറിന് എന്ത് ചെയ്യണം? ഒരു നോട്ടീസ് വിത്തിൻ 7 days ഓഫ് ഡിസിഷൻ നമ്മളത് പാസ് ചെയ്യണം. അതാണ് ലൊക്കേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. പിന്നെ വരുന്നതാണ് പ്ലേസ് ഓഫ് ബ്രാഞ്ച് ബുക്ക്. നമുക്കറിയാം ഒരു കമ്പനി ആവുമ്പോൾ ചിലപ്പോൾ ഇന്ത്യയിലും അതുപോലെ ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അപ്പോൾ ബ്രാഞ്ച് റിലേറ്റഡ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ത് ചെയ്യാം? അതിൻ്റെ ബ്രാഞ്ച് ഓഫീസിൽ കീപ്പ് ചെയ്യണം. ഇനി പിന്നെ വരുന്നൊരു ലീഗൽ പ്രൊവിഷൻ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. നമ്മളെപ്പോഴും ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ട്രൂ ആൻഡ് ഫെയർ വ്യൂവിലായിരിക്കണം. അതായത് കമ്പനിയുടെ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് കൃത്യമായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം എന്ത്? ബുക്സ് ഓഫ് അക്കൗണ്ട്. അതുപോലെ തന്നെ എന്താണ്? രജിസ്റ്റേർഡ് ഓഫീസിനെയും ബ്രാഞ്ചിനെയും എഫക്റ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അക്രൂവൽ ബേസിസിലാണ്. അതായത് ക്യാഷ് ബേസിസിലല്ല. നമ്മൾ ഇൻകം റെക്കോർഡ് ചെയ്യേണ്ടത് നമുക്കത് ഇൻകം കാശായിട്ട് കിട്ടുമ്പോഴല്ല. എപ്പോഴാണോ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നത് വി ഹാവ് ടു റെക്കോർഡ് ദ ഇൻകം. അതുപോലെ എക്സ്പെൻസ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് നമ്മൾ കാശ് പേ ചെയ്യുമ്പോഴല്ല. വെൻ എക്സ്പെൻസ് ഇൻകേർഡ് വി ഹാവ് ടു റെക്കോർഡ്. പിന്നെ എന്താണ്? ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ് പ്രകാരമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡബിൾ എൻട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഹാവ് ടു റെക്കോർഡ് ദ
two aspects of every transaction, and we have to maintain all the books of account, real, nominal and personal books. നെക്സ്റ്റ് വരുന്നതാണെന്ത് മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഇൻ ഇലക്ട്രോണിക് ഫോം. അത് നമുക്കറിയാം എന്താണ്, കമ്പനിയുടെ എല്ലാ ബുക്സ് ഓഫ് അക്കൗണ്ടും അതുപോലെ തന്നെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള പേപ്പേഴ്സ് എന്ത് ചെയ്യണം, ഇലക്ട്രോണിക് മോഡിൽ നമ്മൾ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ദെൻ പ്രിസർവേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്താണ്, ഒരു റെലവൻറ്റ് വൗച്ചേഴ്സ് വെച്ചിട്ട് ഓരോ ട്രാൻസാക്ഷനെയും ജസ്റ്റിഫൈ ചെയ്യുന്ന എന്താണ് തെളിവുകൾ വെച്ചിട്ട് നമ്മൾ ഗുഡ് മാനറിൽ എന്ത് ചെയ്യണം, ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യണം. സോ അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മിനിമം 8 ഫിനാൻഷ്യൽ ഇയറെങ്കിലും, അതായത് കഴിഞ്ഞ റെലവൻറ്റ് ഫിനാൻഷ്യൽ ഇയറിലെ ബുക്സ് എന്താണ് റിലേറ്റ് ചെയ്യുന്ന അക്കൗണ്ട്സുകൾ മിനിമം 8 കൊല്ലമെങ്കിലും നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ കമ്പനി എക്സിസ്റ്റ് ചെയ്യുന്ന കാലം വരെ അതിൻ്റെ അക്കൗണ്ടുകൾ എക്സിസ്റ്റ് ചെയ്യുന്നത് മുതൽ 8 കൊല്ലം വരെ എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. പിന്നെ വരുന്നതാണ് ഇൻസ്പെക്ഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്. ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആൻഡ് അതർ ബുക്സ് അല്ലെങ്കിൽ പേപ്പേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, രജിസ്റ്റേർഡ് ഓഫീസിൽ ഇൻസ്പെക്ഷന് ക്യാപ്പബിൾ ആയ രീതിയിൽ ഓപ്പൺ ആയിരിക്കണം. അപ്പോൾ ഇൻസ്പെക്ഷൻ എപ്പോഴും പോസിബിൾ ആവണം. പിന്നെ വരുന്നതാണെന്ത്, ആരാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട് കീപ്പ് ചെയ്യുന്നതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളതെന്നും ലോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഇൻ ചാർജ് ഓഫ് ഫിനാൻസ്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, അതുപോലെ തന്നെ എനി അതർ പേഴ്സൺ ഓഫ് എ കമ്പനി ചാർജ്ഡ് ബൈ ദ ബോർഡ് വിത്ത് സച്ച് ഡ്യൂട്ടി. ഈ 4 പേരും എന്താണ്, റെസ്പോൺസിബിൾ ആണ്. ഇനി വരുന്നതാണ് എന്ത്, സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ബുക്സ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആയിട്ട് കമ്പനീസ് ആക്ട് 2013 പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ രജിസ്ട്രാർ മെയിൻറ്റെയിൻ ചെയ്യും വേണം. അത് വരുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആണ് മിനിറ്റ്സ് ബുക്ക്, രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ്, ഇൻഡെക്സ് ഓഫ് മെമ്പേഴ്സ്, രജിസ്റ്റർ ആൻഡ് ഇൻഡെക്സ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ്, രജിസ്റ്റർ ഓഫ് ചാർജസ്, രജിസ്റ്റർ ഓഫ് ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇതൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബുക്സ് ആയിട്ട് കമ്പനീസ് ആക്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇനി ആണ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ. എന്താണ് ഷെയർ ക്യാപിറ്റൽ? നമുക്കറിയാം എന്താണ്, കമ്പനിയുടെ ക്യാപിറ്റലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരു കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിന് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ആ ഈക്വൽ യൂണിറ്റ്സ് ആയിട്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത്. സോ ആരാണോ ആ ഷെയർ മേടിക്കുന്നത് അയാളാണെന്ത്, കമ്പനിയുടെ ഷെയർ ഹോൾഡർ അല്ലെങ്കിൽ മെമ്പർ ഓഫ് ദ കമ്പനി എന്ന് പറയുന്നത്. സോ മൊത്തത്തിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ എമൗണ്ട് ഇൻവെസ്റ്റഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ടുവേർഡ്സ് ദ ഫേസ് വാല്യൂ ഓഫ് ഷെയർസ് ആർ കളക്റ്റീവലി കോൾഡ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നു. സോ എന്താണ്, ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഫേസ് വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇഷ്യൂ ഓഫ് ഷെയർസിലൂടെ കമ്പനി റൈസ് ചെയ്യുന്ന ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി ഷെയർ ക്യാപിറ്റലിന് തന്നെ വേറെ കുറേ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, കോൾഡപ്പ് ക്യാപിറ്റൽ എന്നൊക്കെ. അതിൽ ഫസ്റ്റ് വരുന്നതാണ്, അതിന് നമ്മൾ ഫേസസ് അല്ലെങ്കിൽ കാറ്റഗറി ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്നാണ് പറയുന്നത്. സോ അതിൽ വരുന്നതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ കമ്പനി എത്ര എമൗണ്ട് ആണ് മാക്സിമം റൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ എമൗണ്ടിനും കൂടുതൽ കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷെയർ ഇഷ്യൂ ചെയ്തിട്ട്
പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് റൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് കമ്പനിക്ക് ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ദ ക്യാപിറ്റൽ വിത്ത് വിച്ച് ദ കമ്പനി ഈസ് രജിസ്റ്റേർഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. ഇതാണ് എന്ത്, മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് എ കമ്പനി ക്യാൻ ഇഷ്യൂ. ഇതിന് വേറെ 2 പേരുകളും കൂടി ഉണ്ട്. നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ അറിയപ്പെടുന്നുണ്ട്. ഇനി വരുന്നതാണ് എന്ത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇഷ്യൂഡ് ക്യാപിറ്റൽ നമ്മൾ ഓതറൈസ്ഡ് ക്യാപിറ്റൽ ചിലപ്പോൾ ഒരു 50 ലക്ഷം അത്രയും ലക്ഷത്തിൻ്റെ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്യണമെന്നില്ല പബ്ലിക്കിന്. നമുക്കിപ്പോൾ തൽക്കാലം ആവശ്യമുള്ള ഷെയറാണ് നമ്മൾ, വാല്യൂ ഉള്ള ഷെയറാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ട്, അതായത് കമ്പനി പബ്ലിക്കിന് ഇഷ്യൂ ചെയ്ത ആ ഷെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. ആ ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ട് വിച്ച് ഈസ് ഇഷ്യൂഡ് ടു പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ എന്താണ്, ബാക്കി ഭാഗം എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യാതിരിക്കുന്നുണ്ടാവും. അതിനെ പറയുന്നതാണ് എന്ത്, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് നമുക്ക് എപ്പോഴാണോ അഡീഷണൽ ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. ഈ ഇഷ്യൂഡ് ക്യാപിറ്റലിന് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്ത സിഗ്നേറ്ററീസ് സബ്സ്ക്രൈബ് ചെയ്ത ക്യാപിറ്റൽ പ്ലസ് ബോണസ് ഷെയർ എന്തെങ്കിലും ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി വരും. പിന്നെ വരുന്നതാണ് എന്ത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയും. നമ്മൾ പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യും, പക്ഷെ നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസും പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇല്ല. അതായത് പബ്ലിക്ക് അത്രയും ഷെയറിന് അപ്ലിക്കേഷൻ അയക്കണമെന്നില്ല. ഇപ്പോൾ കമ്പനി ഒരു 10 ലക്ഷം രൂപയുടെ ഷെയർ ഇഷ്യൂ ചെയ്തു, പക്ഷെ 8 ലക്ഷം രൂപയുടെ ഷെയറിനുള്ള അപ്ലിക്കേഷനെ നമുക്ക് റിസീവ് ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ 8 ലക്ഷം രൂപയുടെ ഷെയർ മേടിക്കാനാണ് ആളുള്ളൂ. ആ 8 ലക്ഷത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്. നമ്മൾ ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിൽ ബി സെയിം ആസ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. നമ്മുടെ ബാലൻസ് ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റലിനെയാണ് എന്ത് പറയുന്നത്, അൺസബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, പബ്ലിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, 100 രൂപയുടെ ഷെയർ ആവും ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ആ 100 റുപ്പീസ് ഉടനടി തന്നെ ഷെയർ ഹോൾഡർ കമ്പനിക്ക് പേ ചെയ്യേണ്ട. കമ്പനി ചിലപ്പോൾ ഇപ്പോൾ തൽക്കാലം 50 രൂപയാണ് പേ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. സോ എന്താണ്, ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യാൻ പറഞ്ഞ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ദ ഡയറക്ടേഴ്സ് ഹാവ് കോൾഡ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ്. അതായത് ആക്ച്വലി ഇറ്റ് ഈസ് ദ എമൗണ്ട് ദ കമ്പനി ആസ്ക്ഡ് ഇറ്റ്സ് ഷെയർ ഹോൾഡേഴ്സ് ടു പേ. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഒരു പോർഷനൊക്കെയാണ് അവർ കോളപ്പ് ചെയ്യുള്ളൂ. അങ്ങനെ സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റലിൻ്റെ കോൾ ചെയ്യാത്ത ആ പോർഷനെ പറയുന്നതാണ് എന്ത്, അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി വരുന്നതാണ് എന്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. കമ്പനി ഇപ്പോൾ 100 രൂപയുടെ ഷെയറിൻ്റെ 50 രൂപ പേ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ ഷെയർ ഹോൾഡേഴ്സും എന്ത് ചെയ്യണമെന്നില്ല, 50 രൂപ അടയ്ക്കണമെന്നില്ല. എത്ര രൂപയാണോ ഷെയർ ഹോൾഡേഴ്സ് ആക്ച്വലി പേ ചെയ്തത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ പോർഷൻ ഓഫ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഈസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. ആ അൺപെയ്ഡ് ബാലൻസിന് നമ്മൾ പറയുന്ന പേരെന്നുണ്ട്, അൺപെയ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ കോൾസ് ഇൻ അരിയേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ചില കേസുകളിൽ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ ഒരു ഭാഗം റിസർവ് ക്യാപിറ്റലായിട്ട് എന്ത് ചെയ്യും, തീരുമാനിച്ചിട്ട് കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കും. അപ്പോൾ ഈ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അൺകോൾഡ് ക്യാപിറ്റലിൻ്റെ പോർഷനാണ്. അതായത് കമ്പനി കോള് ചെയ്യാത്ത ആ ക്യാപിറ്റലിൻ്റെ ഭാഗം. അതെപ്പോൾ മാത്രമേ കോൾ ചെയ്യുള്ളൂ, അത് വൈൻഡിങ് അപ്പിൽ മാത്രം
കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിസർവ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ദ ക്യാപിറ്റൽ റിസർവ്ഡ് ഫോർ വൈൻഡിങ് അപ്പ് ഓൺലി. അപ്പോൾ 100 രൂപയുടെ ഒരു ഷെയർ ആണെങ്കിൽ 10 രൂപ റിസർവ് ക്യാപിറ്റലാക്കി വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ഷെയറിലെ 10 രൂപ എന്ന് പറയുന്നത് കമ്പനി എപ്പോഴാണോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പം മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, കോള് ചെയ്യുള്ളൂ. അത് ശരിക്കും ക്രെഡിറ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് മെയിൻ. കാരണം ക്രെഡിറ്റേഴ്സിനെ സംബന്ധിച്ച് വൈൻഡിങ് അപ്പ് ആകുമ്പോൾ ഇത്രയും എമൗണ്ട് കോൾ ചെയ്യാനുണ്ട്, സോ എന്തെങ്കിലും നഷ്ടം ഉണ്ടായാലും അത് മീറ്റ് ചെയ്യും എന്നുള്ള ഉറപ്പിന് വേണ്ടി. സോ റിസർവ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞതാണ് ദാറ്റ് പോർഷൻ ഓഫ് അൺകോൾഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് കെപ്റ്റ് ഇൻ റിസർവ് ആൻഡ് വിച്ച് വിൽ ബി കോൾഡ് അപ്പ് ഓൺലി ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഫേസസ് ഓർ കാറ്റഗറി ഓർ ഷെയർ ക്യാപിറ്റലൊക്കെ എന്താണെന്ന് കൃത്യമായി ധാരണ ഉണ്ടായിരിക്കണം, എന്നാലാണ് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക്